rectangular garden is equal to 16 plus 4 ആണ് equal to 20 meter. Hi, ഇന്നത്തെ വീഡിയോ ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾ CBSE 10ാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് ലീനിയർ ഇക്വേഷൻസ് 2 വേരിയബിൾസ്. ആ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. തുടർന്ന് വീഡിയോ കാണുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹാഫ് ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കുലർ ഗാർഡൻ whose length is 4 meter more than its width is 36 meter. Find the dimensions of the garden. നമുക്ക് ചെയ്ത് നോക്കാം. റെക്ടാങ്കിളിൻ്റെ പെരിമീറ്റർ 2 into L plus B. അതിൻ്റെ പകുതി അതായത് L plus B ഈക്വൽ ടു 36 മീറ്റർ ആണെന്നാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. നമുക്കിവിടെ ഞാൻ B is equal to X മീറ്റർ എന്ന് എടുത്താൽ ലെന്ത് ബ്രെഡ്ത്തിനേക്കാൾ 4 മീറ്റർ അല്ലെങ്കിൽ 4 കൂടുതലാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ L is equal to X plus 4 എന്ന് എടുക്കാം. അപ്പോൾ നമുക്കിവിടെ L plus B ആണ്. അപ്പോൾ L plus B ഈക്വൽ ടു X plus X plus 4 ഈക്വൽ ടു 2x plus 4 അത് ഈക്വൽ ടു 36 മീറ്റർ എന്ന് ക്വസ്റ്റ്യനിലുണ്ട്. 2x plus 4 ഈക്വൽ ടു 36. അതുകൊണ്ട് 2x ഈക്വൽ ടു 36 ഇവിടെയുള്ള ലെഫ്റ്റ് സൈഡിലുള്ള 4നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. 36 മൈനസ് 4 എന്നാവും. അപ്പോൾ നമുക്ക് 2x ഈക്വൽ ടു 32 എന്ന് കിട്ടുന്നു. Therefore x is equal to 32 divided by 2 equal to 16 meter. x എന്ന് പറയുന്നത് ഇവിടുത്തെ ബ്രെഡ്ത്ത് ആണ്. b is equal to 16 meter. അതുപോലെ അപ്പോൾ l is equal to 16 plus 4 ആണ് equal to 20 meter. അപ്പോൾ l is equal to 20 meter, breadth is equal to 16 meter. അപ്പോൾ 20 plus 20 plus 16 equal to 36 meter ആണ് L plus B കിട്ടുക. Given the linear equation 2x plus 3y minus 8 equal to 0. Write another linear equation in 2 variables such that the geometrical representation of the pair so formed is, first question, intersecting lines, second, parallel lines, third, coincident lines. ചെയ്ത് നോക്കാം. Given equation 2x plus 3y minus 8 equal to 0. ഫസ്റ്റ് ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നത് ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് ആവണം. ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് ആവണമെങ്കിൽ നമുക്ക് a1/a2 നോട്ട് ഈക്വൽ ടു b1/b2 ആയിരിക്കണം. അപ്പോൾ ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് ഇതേപോലെയുള്ള ഒരു ഇക്വേഷനിൽ a1/a2 നോട്ട് ഈക്വൽ ടു b1/b2 എന്ന കണ്ടീഷൻ അനുസരിക്കുന്ന മറ്റൊരു ഇക്വേഷൻ ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ബിയുടെ വാല്യൂ, ബിയുടെ കോയിഫിഷ്യൻ്റ് മാറ്റി കൊടുത്താൽ അക്കാര്യം സാധിക്കും. അപ്പോൾ വെറുതെ നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കാം. ഞാനിവിടെ a1ന് a2ന് ഞാൻ 2 എന്ന് തന്നെ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ 2x എന്നായി. പ്ലസ് b1 3 ആണ്. അപ്പോൾ b2നെ ചെറുതായിട്ട് മാറ്റും. ഞാൻ b2ന് 4 എന്ന് എഴുതുന്നു. കാരണം a1/a2 b1/b2 ഈക്വൽ ആവരുത്. അപ്പോൾ 4y മൈനസ് 8ന് പകരം 6 എന്ന് കൊടുക്കുന്നു. c1/c2 നമുക്ക് പ്രശ്നമല്ലെങ്കിലും അത് ഈക്വൽ ആവണ്ട. ഈക്വൽ ടു 0 ഇതാണ് ഞാൻ ഫോം ചെയ്ത ഇക്വേഷൻ. വിഷമമൊന്നുമില്ല, വെറുതെ നമുക്ക് ഈ നമ്പർ മാത്രം മാറ്റി ഒരു ഇക്വേഷൻ ഉണ്ടാക്കും. ഇനി ഇത് ശരിയാണെന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ a1/a2 ഈക്വൽ ടു നമുക്ക് 2/2 ആണ്. 2 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 1. അതുപോലെ b1/b2 ഈസ് ഈക്വൽ ടു നമുക്ക് 3 ഡിവൈഡ് ബൈ 4 ആണ്. അപ്പോൾ ഇവിടെ ഇത് ഈക്വൽ അല്ല. അപ്പോൾ ഇവിടെ a1/a2 നോട്ട് ഈക്വൽ ടു b1/b2. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷൻസ് ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് ആണ്. അപ്പോൾ നമ്മുടെ പുതിയ ഇക്വേഷൻ ഇതാണ്. 2x plus 4y minus 6 equal to 0 എന്ന് മാറ്റി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ
നമുക്ക് പാരലൽ ലൈൻസ് കിട്ടണം. അപ്പോൾ പാരലൽ ലൈൻസ് കിട്ടാനുള്ള കണ്ടീഷൻ a1/a2 ഈക്വൽ ടു b1/b2 നോട്ട് ഈക്വൽ ടു c1/c2 ആണ്. അപ്പോൾ ആ ഇക്വേഷനിൽ നമുക്കിവിടെ കിട്ടേണ്ടത് a1/a2 ഈക്വൽ ടു b1/b2 ആവണം. അതുപോലെ തന്നെ ലൈൻസ് പാരലൽ ആയതുകൊണ്ട് അത് നോട്ട് ഈക്വൽ ടു c1/c2 ആവണം. അപ്പോൾ അതിന് നമുക്ക് പറ്റുന്ന ഇക്വേഷൻസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ എളുപ്പത്തിൽ ചെയ്യാൻ a1ൻ്റെയും b1ൻ്റെയും മൾട്ടിപ്പിൾ തന്നെ നമുക്ക് a2ഉം b2 ആയിട്ട് എഴുതാം. അപ്പോൾ ഞാൻ ഇക്വേഷൻ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ പുതിയ ഇക്വേഷൻ, രണ്ടാമത്തെ ഇക്വേഷൻ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ 4x എന്ന് എഴുതി. 4x പ്ലസ് 6y മൈനസ്. അപ്പോൾ c1/c2 ഇതിന് ഈക്വൽ ആവരുത്, അതുകൊണ്ട് സിക്ക് അതേ വാല്യൂ തന്നെ കൊടുത്തു, ഈക്വൽ ടു 0. ഇതാണ് നമ്മൾ ചെയ്തു വെച്ച ഇക്വേഷൻ. അത് ശരിയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം a1/a2 2/4 ആണ്, ദാറ്റ്സ് ഈക്വൽ ടു 1/2. അതുപോലെ b1/b2 ഈക്വൽ ടു 3/6 ആണ്, ഈക്വൽ ടു 1/2. ഇനി ഇവിടെ c1/c2 ഈക്വൽ ടു -8 ഡിവൈഡ് ബൈ -8 ആണ്, ദാറ്റ്സ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് a1/a2 ഈക്വൽ ടു b1/b2 നോട്ട് ഈക്വൽ ടു c1/c2 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് പാരലൽ ലൈൻസ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 4x പ്ലസ് 6y മൈനസ് 8 ഈക്വൽ ടു 0. അതാണ് രണ്ടാമത്തെ ഇക്വേഷൻ, ഈ കണ്ടീഷൻ അനുസരിക്കുന്ന ഇക്വേഷൻ. ഇനി തേർഡ് ക്വസ്റ്റ്യനിൽ കോയിൻസിഡൻറ്റ് ലൈൻസ് ആയിരിക്കണം. ലൈൻസ് കോയിൻസൈഡ് ചെയ്യണമെങ്കിൽ a1/a2 ഈക്വൽ ടു b1/b2 ഈക്വൽ ടു c1/c2 ആയിരിക്കണം. അപ്പോൾ a1/a2 ഈക്വൽ ടു b1/b2 ഈക്വൽ ടു c1/c2 ആവണം. അതാവണമെങ്കിൽ ഒരു ഇക്വേഷൻ തന്നെ ആവണം. അതായത് ഈ ഇക്വേഷനെ ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതേ ഫോമിൽ തന്നെ മറ്റൊരു ഇക്വേഷൻ ഉണ്ടാക്കിയാൽ കോയിൻസൈഡ് ചെയ്യുമ്പോൾ നമുക്ക് സെയിം ലൈൻ തന്നെ ആയിരിക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് ആലോചിക്കാനൊന്നുമില്ല, ഈ ഇക്വേഷനെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഞാനിപ്പോൾ ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 2 × 3 6x പ്ലസ് 3 × 3 9 9y മൈനസ് 8 × 3 24 ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നമുക്ക് ചെക്ക് ചെയ്യാം. a1/a2 ഈസ് ഈക്വൽ ടു 2/6 ഈക്വൽ ടു 1/3 ആണ്. അതുപോലെ b1/b2 ഈക്വൽ ടു 3/9 ഈക്വൽ ടു അതും 1/3 ആണ്. അപ്പോൾ നമ്മൾ ചെയ്തു വെച്ച ഇക്വേഷൻ 6x പ്ലസ് 9y മൈനസ് 24 ഈക്വൽ ടു 0. അതാണ് നമ്മൾ ചെയ്ത രണ്ടാമത്തെ ഇക്വേഷൻ. ഇതിൽ ഈ പറഞ്ഞ കണ്ടീഷൻസ് അനുസരിക്കുന്നുണ്ട്. a1/a2 ഈക്വൽ ടു b1/b2 ഈക്വൽ ടു c1/c2 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ ശരിയാണ്, നമ്മൾ തെളിയിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഗ്രാഫ് ഓഫ് ദ ഇക്വേഷൻസ് x മൈനസ് y പ്ലസ് 1 ഈക്വൽ ടു 0 ആൻഡ് 3x പ്ലസ് 2y മൈനസ് 12 ഈക്വൽ ടു 0. Determine the coordinates of the vertices of the triangle formed by these lines and the x-axis and shade the triangular region. അപ്പോൾ ഇക്വേഷൻ്റെ ഗ്രാഫ് ആദ്യം വരയ്ക്കാം. വരയ്ക്കുന്നത് നമുക്ക് ട്രയാങ്കിൾ കിട്ടിക്കോളും. ചെയ്ത് നോക്കാം. x മൈനസ് y പ്ലസ് 1 ഈക്വൽ ടു 0. ഇപ്പോൾ നമുക്കിവിടെ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി ടേബിൾ ഉണ്ടാക്കണം. എക്സിൻ്റെ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമുക്ക് ഇതിനെ മാറ്റി എഴുതാം. x ഈക്വൽ ടു വൈനെ മാറ്റുന്നു, y ആ 1 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, മൈനസ് 1. അപ്പോൾ x ഈക്വൽ ടു y മൈനസ് 1 എന്ന ഇക്വേഷനെ മാറ്റി നമ്മൾ ഈ വൈക്ക് ഓരോ വാല്യൂ കൊടുക്കുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. നമുക്ക് ചെയ്യാം. വൈക്ക് ഞാൻ ആദ്യം 1 എന്ന വാല്യൂ കൊടുക്കുന്നു. വെൻ y ഈസ് ഈക്വൽ ടു 1, ആ കണ്ടീഷനിൽ നമുക്ക് x ഈക്വൽ ടു y മൈനസ് 1 ആണ്. അതായത് 1 മൈനസ് 1 ഈക്വൽ ടു 0.
ഇപ്പോൾ നമുക്കൊരു പോയിന്റ് കിട്ടി. വൈയുടെ വാല്യൂ 1, എക്സിൻ്റെ വാല്യൂ 0. അടുത്ത് വൈക്ക് ഞാൻ 2 കൊടുക്കുന്നു. വെൻ y is equal to 2, അവിടെ x equal to y minus 1 ആണ്. അതായത് 2 minus 1 equal to 1. അപ്പോൾ നമുക്ക് വൈയുടെ വാല്യൂ 2, എക്സിൻ്റെ വാല്യൂ 1, അവിടെയും പോയിന്റ് കിട്ടി. ഇനി വെൻ y is equal to 3 കൊടുക്കുന്നു. അപ്പോൾ x is equal to 3 minus 1 equal to 2. അപ്പോൾ നമുക്ക് 2, 3 എന്ന പോയിന്റ് കിട്ടും. ഇനി അടുത്ത ഇക്വേഷൻ നോക്കാം. അടുത്ത ഇക്വേഷൻ 3x plus 2y minus 12 equal to 0. ഇവിടെ നമുക്ക് x equal to ഒന്ന് മാറ്റണമെങ്കിൽ 3x equal to ആദ്യം മാറ്റാം. അപ്പോൾ 12 മൈനസ് ആയ 12 അപ്പുറത്തേക്ക് കൊണ്ടുവന്നു. 12 മൈനസ് 2y. ഇനി x equal to 12 minus 2y divided by 3 എന്നെടുക്കും. അപ്പോൾ ഇവിടെ yക്ക് വാല്യൂ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ ചെയ്ത് വെച്ച് ഡിവൈഡ് ബൈ 3 ആണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് yക്കൊരു വാല്യൂ കൊടുത്തതിന് 12ൽ നിന്നും മൈനസ് ചെയ്താൽ, 12ഉം 3യുടെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 12ൽ നിന്നും മൈനസ് ചെയ്താൽ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം, നമുക്ക് ഇൻഡിജേഴ്സ് തന്നെ കിട്ടണമെങ്കിൽ. അപ്പോൾ ഇവിടെ നമ്മൾ yക്ക് വാല്യൂ കൊടുക്കുമ്പോൾ ഒരു 3യുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇൻഡിജേഴ്സ് തന്നെ കിട്ടും, ഫ്രാക്ഷനായി പോവാതെ കിട്ടും. അങ്ങനെ ശ്രദ്ധിച്ചിട്ട് ഇഷ്ടമുള്ള വാല്യൂ നമുക്ക് കൊടുക്കാം. അപ്പോൾ അത് ശ്രദ്ധിച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ yക്ക് ആദ്യം 0 എന്നൊരു വാല്യൂ കൊടുക്കാം. y ഈക്വൽ ടു 0 കൊടുത്തു. അപ്പോൾ x ഈക്വൽ ടു 12 മൈനസ് 2 ഇൻറ്റു 0 ബൈ 3 ഈക്വൽ ടു 12 minus 0 by 3 equal to 12 by 3 equal to 4. അപ്പോൾ നമുക്ക് 40 എന്നൊരു പോയിന്റ് കിട്ടി. ഇനി when y equal to അടുത്ത് 3 കൊടുക്കുന്നു. അപ്പോൾ x equal to 12 minus 2 into 3 divided by 3. That's equal to 12 minus 6 divided by 3 equal to 12 minus 6. 6 divided by 3 equal to 2. അപ്പോൾ ഇവിടുത്തെ പോയിന്റ് 2, 3 എന്ന് കിട്ടുന്നു. എക്സിന് 2 കിട്ടി, വൈക്ക് നമ്മൾ 3 കൊടുത്തു. ഇനി വൈക്ക് നമുക്ക് വേറൊരു വാല്യൂ കൊടുക്കാം. when y is equal to നമുക്ക് 6 കൊടുക്കാം. 3യുടെ അടുത്ത മൾട്ടിപ്പിൾ 6 ആവുമ്പോൾ x is equal to 12 മൈനസ് 2 into 6 divided by 3. That's equal to 12 minus 12 divided by 6 equal to 0 by 6 equal to 0. അപ്പോൾ നമ്മുടെ പോയിന്റ് 0, 6 എന്ന് കിട്ടി. എക്സിന് 6, വൈക്ക് 0, 0, 6. അപ്പോൾ രണ്ട് ഇക്വേഷൻ്റെയും ഗ്രാഫ് വരയ്ക്കാനുള്ള ടേബിൾസ് നമ്മൾ ഉണ്ടാക്കി വെച്ചു. എക്സിൻ്റെ വൈയുടെ വാല്യൂസ് ഉണ്ടാക്കി എഴുതി വെച്ചു. ഇനി നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. അപ്പോൾ നമ്മൾ ഗ്രാഫ് എടുത്ത് വെച്ചു. ഇനി നമുക്ക് ഓരോ പോയിന്റും മാർക്ക് ചെയ്താം, 2 ലൈനും വരയ്ക്കാം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ ഫസ്റ്റ് പോയിന്റ് 0, 1. അപ്പോൾ എക്സ് ആക്സിൽ 0, വൈ ആക്സിൽ 1. ആ പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്യാം. അടുത്തത് 1, 2. എക്സ് ആക്സിൽ 1, വൈ ആക്സിൽ 2. അടുത്ത പോയിന്റ് 2, 3. എക്സ് ആക്സിൽ 2, വൈ ആക്സിൽ 3. എക്സിൽ 2 എന്ന് പോയി, വൈയിൽ 3. ഇനി ഈ ഗ്രാഫ്, ഈ സ്ട്രേറ്റ് ലൈൻ നമുക്ക് വരച്ച് വെച്ചിട്ട് അടുത്ത ഇക്വേഷനിലേക്ക് പോവാം. ഇവിടെ 0, 1, 1, 2, 2, 3 എന്ന രീതിയിലുള്ള ഗ്രാഫ് നമുക്ക് കിട്ടി. അവിടെ എ ബി സി എന്നുള്ള പോയിന്റ്സ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ 4, 0, 2, 3, 0, 6. 4, 0. ആദ്യം എക്സിൽ 4,
വൈയിൽ 0, വൈ ആക്സിൽ 0, എക്സ് ആക്സിൽ 4 അവിടെ മാർക്ക് ചെയ്തു. ഇനി 2, 3, എക്സ് ആക്സിൽ 2, വൈ ആക്സിൽ 3 അതവിടെ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി 0, 6, എക്സ് ആക്സിൽ 0, വൈ ആക്സിൽ 6 ആ പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്തു. ഇനി അതും ചേർത്ത് നമുക്ക് ലൈൻ വരയ്ക്കാം. അപ്പോൾ നമുക്കിവിടെ ഗ്രാഫ് കിട്ടി. ഇവിടെ നമുക്ക് ഗ്രാഫ് കിട്ടി. ഇനി ഗ്രാഫിൽ ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്സ് എക്സ് ആക്സിൽ 2 ആണ്, വൈ ആക്സിൽ 3 ആണ്. അപ്പോൾ നമ്മുടെ പോയിന്റ്സ്, അതായത് ഇതിൻ്റെ സൊല്യൂഷൻ 2, 3 എന്ന പോയിന്റ് ആയിരിക്കും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇത് എവിടെ എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ്, ആ ട്രയാങ്കിൾ. The coordinates of the vertices of the triangle formed by these lines and x-axis and shade the triangle region. അപ്പോൾ നമുക്കിവിടെ എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ്സ് നമുക്ക് വരച്ച് നോക്കാം. -1 കട്ട് ചെയ്യുന്നുണ്ട്, -1, 4. ഇപ്പോൾ ട്രയാങ്കിളിൻ്റെ 3 പോയിന്റ്, ഒന്ന് ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിന്റ്, അതായത് 2, 3 എന്നുള്ള പോയിന്റ്. അതുപോലെ പിന്നെ എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന 2 പോയിന്റുകൾ, അവിടുത്തെ പോയിന്റ് -1, 0 ഒരു പോയിന്റ്, അതുപോലെ ആക്സിനെ കട്ട് ചെയ്യുന്ന 4, 0. ഇതാണ് നമ്മുടെ 3 പോയിന്റ്സ്. ലൈൻസ് ആർ ഇന്റർസെക്റ്റിംഗ് ഈച്ച് അതർ അറ്റ് പോയിന്റ് 2, 3 ആൻഡ് എക്സ് ആക്സിസ് അറ്റ് -1, 0 ആൻഡ് 4, 0. Therefore, the vertices of the triangle are 2, 3, -1, 0 and 4, 0.